നമസ്കാരം. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോട് കൂടിയാണ് തുടങ്ങിയതെങ്കിലും പിന്നീട് ബൈയിങ് സൈഡിലേക്ക് മാറുകയും ഇൻഡെക്സ് 0.4% ഉയർന്ന് 21,349 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. നിഫ്റ്റി ബാങ്ക് എന്ന ഇൻഡെക്സ് 0.73% ഇടിഞ്ഞു. ബാങ്കിംഗ് സെക്ടറിലെ സ്റ്റോക്കുകളിലായിരുന്നു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചത്. അതേസമയം മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് ഇൻഡെക്സുകളിലെല്ലാം ബൈയിങ് മൊമെൻറ്റം പ്രകടമായിരുന്നു. സ്മാൾ ക്യാപ് ഇൻഡെക്സ് 1.04% ഉയർന്നു. മിഡ് ക്യാപ് ഇൻഡെക്സ് 0.74% ഉയർന്നു. അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിച്ചാൽ 1445ഓളം സ്റ്റോക്കുകളിൽ ബൈയിങ് മൊമെൻറ്റവും 660ഓളം സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷറും കാണാൻ സാധിച്ചു. വിപ്രോ, HCL ടെക്, ടാറ്റ മോട്ടോർ, ഹീറോ മോട്ടോർ കോർപ്പ്, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകളാണ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത്. അതേസമയം ഗ്രാസിം ഇൻഡസ്ട്രീസ്, SBI ലൈഫ് ഇൻഷുറൻസ്, ബജാജ് ഫിനാൻസ്, HDFC ബാങ്ക്, ICICI ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾ മോശം പെർഫോമൻസ് കാഴ്ചവെച്ചു. IT, മെറ്റൽ, റിയാലിറ്റി തുടങ്ങിയ ഇൻഡെക്സുകൾ 2% മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയപ്പോൾ ഓട്ടോ, ക്യാപിറ്റൽ ഗുഡ്, ഹെൽത്ത് കെയർ, ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിലെ സ്റ്റോക്കുകൾ 1%-അടുത്താണ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയത്. ഇന്ന് മാർക്കറ്റിൽ സ്ട്രോങ് ബൈ ഓൺ ഡിപ്പ് എന്ന ട്രെൻഡ് നിലനിൽക്കുന്നു എന്നുള്ള സൂചനയാണ് ഓവറാൾ മാർക്കറ്റ് നൽകിയത്. അതേസമയം FISന്റെ സെല്ലിംഗ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന കൺസേണായി വളർന്നു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം 1600 കോടിയുടെ സെല്ലിംഗ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയതെങ്കിൽ ഇന്ന് 2800 കോടിക്ക് മുകളിലുള്ള സെല്ലിംഗ് നടത്തിയിട്ടുണ്ട്. ഇത് മാർക്കറ്റിലെ ഓവർനൈറ്റ് റിസ്ക് ഉയരുന്നതിന് പിന്നിലെ പ്രധാന കാരണമാണ്. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ കാണാൻ സാധിച്ച ചില സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് പോളിക്യാബ് ഇന്ത്യ ലിമിറ്റഡ്. പോളിക്യാബ് ഇന്ന് 5%-ഓളം ഇടിഞ്ഞ് 5362 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 80,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 50.15, ഡിവിഡൻഡ് yield 0.37%. സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ 5733. 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് ഡിസ്കൗണ്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. എന്നാൽ ഒരു വർഷം കൊണ്ട് സ്റ്റോക്ക് 100% മുകളിൽ റിട്ടേൺ നൽകുകയും ചെയ്തു. പോളിക്യാബ് എന്ന സ്റ്റോക്ക് ഇടിയാനുള്ള പ്രധാന കാരണം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പോളിക്യാബിൻ്റെ 50ഓളം ലൊക്കേഷനുകളിൽ നടത്തിയ റെയ്ഡിൻ്റെ പശ്ചാത്തലത്തിലാണ്. 25-ലധികം മാനുഫാക്ചറിംഗ് യൂണിറ്റും 25-ലധികം വെയർഹൗസും 15-ലധികം ഓഫീസുമുള്ള ഒരു കമ്പനിയാണ് പോളിക്യാബ്. ഈ പോളിക്യാബിൻ്റെ 50-ലധികം ഓഫീസുകളിൽ ഒരേ സമയത്ത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് റെയ്ഡ് നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്ക് ഇടിഞ്ഞത്. പോളിക്യാബ് ലാർജ് സ്കെയിലിൽ അൺഅക്കൗണ്ടഡ് ക്യാഷ് ട്രാൻസാക്ഷൻ നടത്തുന്നു എന്ന് ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷമാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പോളിക്യാബിൻ്റെ ഓഫീസിൽ റെയ്ഡ് നടത്തിയത്. പോളിക്യാബ് വയർ ആൻഡ് കേബിൾ സെഗ്മെൻറ്റിലെ മാർക്കറ്റ് ലീഡർ കമ്പനിയാണ്. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. പ്രോഫിറ്റ് 58.5% ഉയർന്ന് 436 കോടിയായി ഉയരുകയും റവന്യൂ 27% ഉയർന്ന് 4253 കോടിയായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. കൂടാതെ കമ്പനിയുടെ എബിറ്റയിലും 43% വളർച്ച രേഖപ്പെടുത്തി. എബിറ്റ 608 കോടിയും എബിറ്റ മാർജിൻ 160 ബേസിസ് പോയിന്റ് ഉയർന്ന് 14.4%-ആയി മാറുകയും ചെയ്തു. FMEG സെഗ്മെൻറ്റിൽ കമ്പനി 8%-ഓളം വളർച്ച കൈവരിക്കുകയും സ്വിച്ച് ബിസിനസ്സിൽ കമ്പനിയുടെ സെയിൽസ് ഇരട്ടിയാവുകയും ചെയ്തു. മികച്ച ക്വാർട്ടർലി റിസൾട്ട് ആണെങ്കിലും ഇവിടെ IT റെയ്ഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് വരും ദിവസങ്ങളിൽ വരികയാണെങ്കിൽ സ്റ്റോക്ക് ഇടിയാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ സ്റ്റോക്ക് ഇടിയുമ്പോൾ സ്റ്റോക്കിന് 5000 രൂപയുടെ സൈക്കോളജിക്കൽ സപ്പോർട്ട് ആയിരിക്കും ആദ്യം ലഭിക്കുക. ഈ 5000 രൂപയുടെ സൈക്കോളജിക്കൽ സപ്പോർട്ട് നഷ്ടപ്പെട്ടാൽ 4850 എന്ന സ്ട്രോങ് സപ്പോർട്ടിലേക്ക് സ്റ്റോക്ക് ചിലപ്പോൾ ഇടിഞ്ഞേക്കാം. രണ്ടാമത്തെ സ്റ്റോക്ക് വിപ്രോ ലിമിറ്റഡ്. ഇന്ന് വിപ്രോ എന്ന സ്റ്റോക്കിൽ ഒരു കൺസോൾട്ടേഷൻ ബ്രേക്കൗട്ട് കാണാൻ സാധിച്ചു. സ്റ്റോക്ക് 6.43% ഉയർന്ന് 461 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 2 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 21.65. ഒരു മാസം കൊണ്ട് 14%-അടുത്ത് റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ് വിപ്രോ. 6 മാസം കൊണ്ട് സ്റ്റോക്ക് 21%-അടുത്ത് റിട്ടേൺ നൽകി. സ്റ്റോക്ക് ഇന്ന് അതിൻ്റെ 52 വീക്ക് ഹൈ ആയ 466-ലെത്തുകയും 461 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. മുമ്പത്തെ വീഡിയോയിലും വിപ്രോയിലെ ബ്രേക്കൗട്ട് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. 445 എന്ന ലെവലിന് മുകളിലുള്ള ബ്രേക്കൗട്ട് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് 445 മുകളിൽ സ്റ്റോക്ക് ബ്രേക്കൗട്ട് നൽകുകയും 461-അടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഹെവി ട്രേഡിംഗ് വോളിയത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ ബ്രേക്കൗട്ട് വന്നത്. ഇവിടെ ഹെവി ട്രേഡിംഗ് വോളിയം മൂലം കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 2,41,000-ആയി ഉയരുകയും ചെയ്തു. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 445 ആയിരിക്കും ഇനി പ്രധാന സപ്പോർട്ട് ലെവലായി പ്രവർത്തിക്കുക. ഇവിടെ നിന്നും 500 എന്ന ലെവലിലേക്കുള്ള മൂവ്മെൻറ്റ് വിപ്രോ എന്ന സ്റ്റോക്കിൽ നിന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. ആനന്ദ് റാട്ടി എന്ന ബ്രോക്കേജ് ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം വിപ്രോയുടെ നെക്സ്റ്റ് ലെഗ് ഓഫ് മൂവ്മെൻറ്റ് 430 മുതൽ 530 ഇടയിലായിരിക്കും.
ഇതുകൂടാതെ വിപ്രോയ്ക്ക് 510, 512 തുടങ്ങിയ സോണുകളിൽ ഹെവി റെസിസ്റ്റൻസ് ഉണ്ട്. 445 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന സപ്പോർട്ടായിരിക്കും. 445 താഴെ സ്റ്റോക്ക് ഡെയിലി ബേസിസിൽ ക്ലോസിംഗ് നൽകുകയാണെങ്കിൽ ചിലപ്പോൾ നിയർ ടൈമിലേക്ക് 400, 385 എന്ന ലെവലിലേക്ക് ഇടിയാനും സാധ്യതയുണ്ട്. പൊസിഷണൽ ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ, വിപ്രോയിൽ പൊസിഷൻ എടുക്കുന്നവർക്ക് 530, 600 രൂപ പോലുള്ള ടാർഗറ്റുകൾ എയിം ചെയ്യാം. ഇവിടെ 400 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ക്വാർട്ടർലി റിസൾട്ടിന് മുന്നോടിയായി വിപ്രോ എന്ന കമ്പനിക്ക് വലിയ ഡീലുകൾ ലഭിക്കുന്നതും ടോട്ടൽ കോൺട്രാക്റ്റ് വാല്യൂ $1 ബില്യൺ മുകളിലേക്ക് ഉയർന്നതും സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. കൂടാതെ ഇനോർഗാനിക് ഗ്രോത്ത് വഴി കമ്പനി അതിൻ്റെ ടേൺ ഓവർ ഉയർത്താനും ശ്രമിക്കുന്നുണ്ട്. വിപ്രോ എന്ന സ്റ്റോക്കിൽ കൺസോൾട്ടേഷൻ ബ്രേക്കൗട്ട് വന്നു കഴിഞ്ഞു. ഇവിടെ നിന്നും റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 400 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഹയർ സൈഡിലെ ടാർഗറ്റ് നമ്മൾക്ക് ചേസ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്